നോവൽ ഒടിയൻ ഭാഗം 16. പുറകിൽ ഒടിയൻകുന്ന് ഒരു ഭീമാകാരൻ രാക്ഷസനെ പോലെ തലയുയർത്തി നിന്നു. ഒരു ഒറ്റക്കൊമ്പൻ രാക്ഷസനെ പോലെ. സമയം പിന്നെയും ഇഴഞ്ഞു നീങ്ങി. കീഴൂർമനയ്ക്ക് മുന്നിലെ ആ വലിയ വയൽ പരപ്പുകൾക്ക് മുന്നിലായി ആ മനുഷ്യൻ ചെന്നു നിന്നു. വയലുകൾക്കപ്പുറം മനയുടെ പടിപ്പുരയ്ക്ക് മുന്നിൽ ഒരു റാന്തൽ തൂങ്ങി നിൽക്കുന്നത് കാണാം. അയാൾ വീണ്ടും ആ ഇരുട്ടിലൂടെ മുന്നോട്ട് നടന്നു, ആ പടിപ്പുര ലക്ഷ്യം വെച്ചുകൊണ്ട്. കൽപ്പടവുകൾ കയറിച്ചെന്ന് അയാൾ റാന്തൽ വിളക്ക് ഇറത്തു നിന്നും കയ്യിലെടുത്തു. ആ വെളിച്ചത്തിൽ അയാളുടെ മുഖം തെളിഞ്ഞു കാണാം. ദിവാകരൻ. മനയ്ക്കിൽ നിന്നും അപ്രത്യക്ഷനായ ദിവാകരൻ. അയാൾ പതിയെ ആ റാന്തലുമായി മനയുടെ ഉമ്മറത്തേക്ക് കയറി. ഇരുട്ടിൽ മനയുടെ നിഴൽ ദിവാകരനെ തെല്ലി ഭയപ്പെടുത്തി. അന്ന് ആ കാളരാത്രിയിൽ അവസാനമായി താൻ കണ്ടതും ഇതേ നിഴൽ രൂപമായിരുന്നു. ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന മണിഗോപുരം അകുടം ചാർത്തിയ ആ കൂറ്റൻ നിഴൽ രൂപം. മരണം തൻ്റെ കഴുത്തിൽ പെരുവിരൽ ആഴ്ത്തി കാവൽ നിന്ന ആ രാത്രി അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. കണ്ണുകളിൽ രക്തം കലർന്നു കലങ്ങിയ ചുവന്ന ചിത്രങ്ങൾ പോലെ. തനിക്ക് തൊട്ടു പുറകിൽ നിന്നിരുന്ന ആ നിഴൽ ഇപ്പോഴും തന്നെ ആരോ പിന്തുടരുന്നുവോ? അയാൾ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് തലതിരിച്ചു നോക്കി. ഇരുട്ടിൽ തൻ്റെ പിറകിൽ നിന്നിരുന്ന ആ നിഴൽ അതാരായിരുന്നു? അത് പെട്ടെന്ന് എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടത്? ഒന്നും ഓർമ്മയില്ല. ഒന്നു മാത്രം അറിയാം. ആദിത്യൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ മരണം തന്നെയാണ് എല്ലാത്തിനും കാരണം. ഒരിക്കലും പരിഹരിക്കാനാവാത്ത ഈ സമസ്യ അതിന് അവസാനം കുറിക്കണമെങ്കിൽ ഇനി കീഴൂർമന നിലം പൊത്തണം. അന്നേ ദുരന്തങ്ങൾ ക്ഷമിക്കുകയുള്ളൂ. ഒരു നിശ്വാസത്തോടെ ആ ചാരുകസയിലേക്ക് അയാളിരുന്നു. ഓർമ്മ വന്ന ആ രണ്ടാം ജന്മത്തിൽ താൻ ആദിത്യനൊപ്പമായിരുന്നു. അവനോട് താൻ ഒന്നും തന്നെ അതേക്കുറിച്ച് ചോദിച്ചതേയില്ല. പകരം അവൻ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നന്ദിനിക്കുട്ടി നിർമ്മരണപ്പെട്ട ആ രാത്രി മറ്റൊരാൾ കൂടി മനയ്ക്കൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നന്ദിനിയുടെ അച്ഛൻ, തൻ്റെ ചെറിയ മാമ. തെക്കിനിയിലെ ഏതോ ഇരുട്ടിൽ ആ ശരീരം ഇപ്പോൾ അഴുകി തുടങ്ങിയിരിക്കും. താനും അന്ന് രാത്രി ആ ഇരുട്ടിൽ ആരും അറിയാതെ മറചെയ്യപ്പെട്ടേനെ. ആദിത്യൻ അന്ന് തന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ. ചില്ലുകൂട്ടിനകത്തിരുന്നിട്ടും റാന്തലിൻ്റെ വെട്ടം ആടി ഉലഞ്ഞു. ദിവാകരന് എന്തെന്നില്ലാത്ത ഭയം തോന്നി. അയാൾ എഴുന്നേറ്റ് ചെന്ന് വാതിലിൽ മുട്ടി. അകത്തുനിന്നും ഒരു മറുപടിയുമില്ല. കാറ്റിൽ മാംസം ചീഞ്ഞു നാറിയ ഗന്ധം. പരിഭ്രമം മൂലം അയാൾ വാതിൽ ആഞ്ഞു തള്ളി. ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തോടെ അത് മലർക്കെ തുറന്നു. റാന്തലിൻ്റെ വെട്ടം അകത്ത് കാണിക്കും മുമ്പേ തനിക്ക് മുൻപിൽ ആരോ ഇരുട്ടിൽ നിൽക്കുന്നത് പോലെ തോന്നി. വലം കൈയാൽ റാന്തൽ ഉയർത്തി നോക്കിയപ്പോൾ ആരുമില്ല. തോന്നിയതാവും. അയാൾ പതിയെ നടന്ന് ദേവകിയുടെ അറയ്ക്ക് നേരെ നീങ്ങി. അറ തുറന്നിരിക്കുകയായിരുന്നു. അണിഞ്ഞു തുടങ്ങിയ ഒരു ദീപം. അവിടെ ഒരു പലക പുറത്തിരിപ്പുണ്ട്. അതിൻ്റെ അടുത്ത് ആ പുസ്തകവും. അയാളത് കയ്യിലെടുത്തു. അവസാനം എഴുതിയ വരികളിൽ മഷി ഉണങ്ങിക്കഴിഞ്ഞിട്ടില്ല. ദിവാകരൻ്റെ കയ്യിൽ നിന്നും ഊർന്നു വീണ ചൂടുധാര വലിയ നാണയത്തൂട്ട് പോലെ ആ താളിൽ ഒരു വൃത്തം തീർത്തു. അയാളത് മടക്കി കയ്യിൽ പിടിച്ചു. അതിൻ്റെ പുറമെ ഇങ്ങനെ എഴുതിയിരുന്നു: ഒടിയൻ. ദേവകിയുടെ കലാവിരുതുകൊണ്ട് നിറം കൊടുത്തു വച്ചിരിക്കുന്നു. അതിനും വലിയ പഴക്കം ചെന്നിട്ടില്ല. ആ പുറംചട്ടിയിൽ നിന്ന് ദിവാകരൻ്റെ കയ്യിൽ അല്പം കറുപ്പ് പുരണ്ടു. ആദിത്യൻ പറഞ്ഞതനുസരിച്ച് ദേവകി മനവിട്ടിറങ്ങിയതാണോ? ആയിരിക്കും. എന്തായാലും അത് നന്നായി. അവർ ഒറ്റപ്പാലത്തേക്ക് പോയിരിക്കും. ദിവാകരൻ അറയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഉമ്മറത്തേക്ക് ചെന്നു. ആ പുസ്തകവും കയ്യിലെടുത്തു. അതിൽ ഇനി പരമപ്രധാനമായ ഒരു കാര്യം കൂടി എഴുതി ചേർക്കാനുണ്ട്. അല്പം മുമ്പ് ആദിത്യൻ തന്നെ ഏൽപ്പിച്ച ആ അമൂല്യ താളിയോലകളെ പറ്റിയുള്ള രഹസ്യം. മനയിലേക്ക് വരുന്ന വഴിയിൽ താൻ അത് ഭദ്രമായി ഒളിപ്പിച്ചു വെച്ച ആ സ്ഥലത്തെ പറ്റിയുള്ള രഹസ്യം. ഇളയച്ചൻ പറഞ്ഞതുപോലെ അത് താൻ തന്നെ എഴുതി ചേർക്കണം എന്നായിരിക്കും. അയാൾ ഉമ്മറത്തേക്ക് ചെന്ന് റാന്തലിൻ്റെ വെളിച്ചത്തിലേക്ക് ആ പുസ്തകം നിവർത്തി വെച്ചു. തൂലിക മഴിച്ചപ്പിൽ ഒന്ന് മുക്കിയെടുത്തു. അന്നേരം തെക്കിനിയിലെ പൂജാമുറിക്ക് മുന്നിൽ ഒരു രൂപം ചമ്പ്രം പടിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു കബന്ധം. കീഴൂർ മനയുടെ അസ്തിത്വം മുഴുവനായും നശിച്ചു പോയതിൻ്റെ സൂചന എന്നോണം അത് പൂജാമുറിക്ക് അഭിമുഖം അങ്ങനെ നിവർന്നിരുന്നു. ദിവാകരൻ ആ കർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് ആ പുസ്തകം തൻ്റെ തോൾസഞ്ചിയിലേക്ക് വെച്ചു. അല്പനേരം കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച ശേഷം അയാൾ മുറ്റത്തേക്കിറങ്ങി. റാന്തൽ വീണ്ടും പടിപ്പുര കഴുക്കോലയിൽ തൂക്കിയിട്ടുകൊണ്ട് അയാൾ ഇരുട്ടിലൂടെ നടന്നു. നേരത്തെ ആദിത്യനെ കണ്ട ആ ആൽമരത്തറ ലക്ഷ്യം വെച്ചുകൊണ്ട്. അന്നേരം അല്പം അകലെ ഒടിയൻകുന്നിന് സമീപത്തായി പരന്നു കിടക്കുന്ന ഒരു പറമ്പിൻ്റെ കൂരയിൽ നിന്നും ഒരു പെണ്ണിൻ്റെ പ്രാണൻ വിട്ടുകൊണ്ടുള്ള കരച്ചിൽ മുഴങ്ങി കേട്ടു. ഉറക്കെയുള്ള ആ കരച്ചിലൊടുങ്ങും മുമ്പേ ആ കൂരയിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അയാളുടെ ബലിഷ്ഠമായ വലങ്കയിൽ ഉണ്ടായിരുന്ന വാക്കത്തിൽ നിന്നും ചോര ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. അരിശത്തോടെ അയാളത് ഇരുട്ടിലേക്ക് നീട്ടിയെറിഞ്ഞു. അയാൾക്ക് കാവലായി അവിടെ കിടന്നിരുന്ന കുറുമ്പൻ നായ
ആ വാക്കത്തി വീണ സ്ഥലം നോക്കി പാഞ്ഞു. ആ മനുഷ്യൻ ഒന്നുകൂടി അകത്തേക്ക് എത്തി നോക്കി കാർക്കിച്ചു തുപ്പി അവിടെ നിന്നും നടന്നു. അയാളുടെ നായ് അയാൾക്ക് പിന്നിൽ അകമ്പടിയായി എത്തി. അതിൻ്റെ തൂങ്ങിക്കിടന്ന നാവിൽ നിന്നും രക്തം ഇറ്റിറ്റു വീണു. വിശ്വനാഥൻ ചെട്ടിയാർ. രാവിൻ്റെ മറവിൽ നിരാലംബരായ തരുണിമണികളുടെ ശരീരം വേട്ടയാടാൻ ഇറങ്ങുന്ന നരാധമൻ. വഴങ്ങാത്തവരെ പാക്കത്തിക്ക് വെട്ടി കൊലപ്പെടുത്തുന്നവൻ. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ നാട്ടിൽ ദ്രോഹം വിതയ്ക്കുന്ന ക്രൂരനായ വ്യാപാരി. കയ്യിലെ ചൂട്ട് ആഞ്ഞു വീശി അയാൾ വേഗത്തിൽ നടന്നു. വിരൽ വണ്ണത്തിൽ കഴുത്തിൽ ഒരു സ്വർണ്ണമാല തിളങ്ങുന്നു. കയ്യിൽ കടകങ്ങളും. നായ് അയാൾക്ക് മുന്നിലായി ഓടി. അയാൾക്കൊത്ത വേട്ടമൃഗം തന്നെ. പറമ്പിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലേക്ക് കയറിയ ചെട്ടിയാർ മൂത്രശങ്ക തീർക്കാൻ അവിടെ നിന്നു. നായ് അല്പം അപ്പുറത്തായി മൂങ്ങിക്കൊണ്ട് വട്ടം തിരിഞ്ഞു നിന്നു. ചെട്ടിയാർ ചൂട്ട് ഒരു കല്ലിടുക്കിലേക്ക് കുത്തി നിർത്തിക്കൊണ്ട് അവിടെ ഇരുന്നു. അന്നേരം അവർക്ക് നേരെ മുകളിൽ ഇരുട്ടിൽ ഒരു കറുത്ത രൂപം പാറക്കൂട്ടങ്ങൾക്കിടയ്ക്ക് കൈകുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കാലിൽ കിടന്ന ഇരുമ്പുവള ഇരുട്ടിലും തിളങ്ങി. താഴെ ചെട്ടിയാർ കാര്യം സാധിച്ചു എഴുന്നേൽക്കുമ്പോഴേക്കും ആ ചൂട്ട് തറയിൽ വീണ് അണിഞ്ഞുപോയി. ഉറഞ്ഞുകൂടിയ ദേഷ്യത്തിൽ അയാൾ പല്ലിറുക്കിക്കൊണ്ട് ചൂട്ടെടുത്ത് ശക്തിയായി വീശി. അതൊന്ന് ആളിക്കൊണ്ട് വീണ്ടും അണഞ്ഞു. പെട്ടെന്ന് നായി എന്തോ കണ്ടതുപോലെ കുരിച്ചുകൊണ്ട് അതിവേഗം പാറയിടുക്കുകൾക്കിടയിലൂടെ മുകളിലേക്ക് ഓടിക്കയറി. വിശ്വനാഥൻ ഭയന്ന് വിറച്ച് പാറയിലിരുന്നു. "എടാ, എങ്ങോട്ടാ നീ?" അയാൾ അതിൻ്റെ പിന്നിൽ നിന്ന് വിളിച്ചു. പക്ഷേ അത് നിന്നില്ല. തികട്ടി വന്ന അമർഷത്താൽ അയാൾ ചൂട്ട് ശക്തിയായി നിലത്തേക്കെറിഞ്ഞു. ചൂട്ടിൽ നിന്നും തെറിച്ചു വീണ കനൽ തരികൾക്കിടയിലൂടെ നിരങ്ങിക്കൊണ്ട് ആ നായ ഉയരത്തിൽ നിന്നും അയാളുടെ കാൽക്കൽ വന്നു വീണു. ഇരുട്ടിൽ അയാൾക്കൊന്നും വ്യക്തമായില്ല. നായ ഒന്ന് പിടഞ്ഞുകൊണ്ട് നിശ്ചലമായത് കണ്ട് ചെട്ടിയാർ ഭയന്ന് വിറച്ച് പിന്നിലേക്ക് മാറി. ആ പരിഭ്രമത്തിൽ പിറകിലേക്ക് വെച്ച കാൽ ഒരു ഉരുളങ്കലിൽ ചവിട്ടി അയാൾ മറിഞ്ഞു വീണു. വീഴ്ചയിൽ നിന്നും ഉരുണ്ട് എഴുന്നേൽക്കവേ അയാളത് കണ്ടു. ഇരുട്ടിൽ തനിക്ക് മുന്നിലായി 2 കണ്ണുകൾ. തീക്കട്ടകൾ പോലെ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഇരുട്ടിൽ ആ കണ്ണുകൾ അയാൾക്ക് നേരെ ഒരു മിന്നൽ പോലെ കുതിച്ചു വന്നു. മണ്ണിൽ നിന്നും കുതിര എഴുന്നേൽക്കാൻ ശ്രമിക്കും മുമ്പേ അയാളെ കുത്തി അമർത്തിക്കൊണ്ട് ആ ജീവി അല്പദൂരം മുന്നോട്ട് നീങ്ങി. തല ഒന്ന് ശക്തിയായി ആട്ടി അത് അയാളെ കരിമ്പാര കൂട്ടങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. കൂർത്ത കരിങ്കല്ലുകൾ കൊണ്ട് ശരീരം മുറിഞ്ഞ ആ രാക്ഷസന്റെ കരച്ചിൽ ആ പാറക്കെട്ടുകൾക്കുള്ളിൽ പ്രകമ്പനം കൊണ്ടു. തലയിൽ നിന്നും പൊട്ടിയൊലിച്ചിറങ്ങിയ രക്തചാലുകൾക്കിടയിലൂടെ അയാളത് കണ്ടു. കൂർത്ത തേറ്റപ്പല്ലുകൾ കല്ലിലുരച്ച് പുറന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു കൂറ്റൻ പന്നി. പാതി മുറിഞ്ഞുപോയ വാലും കാലുകളിൽ തിളങ്ങുന്ന ഇരുമ്പ് വളകളും. എന്നാൽ വിശ്വനാഥന്റെ നാവുകൾക്ക് ശക്തി നഷ്ടമായിരുന്നു. അയാൾക്ക് കരയാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. കീചക സമാനമായ ആ പെരുത്ത ശരീരം അവിടെ നിന്നും എഴുന്നേൽക്കാനും അയാളെ സഹായിച്ചില്ല. മണ്ണിലൂടെ ഇരുണ്ട് നീങ്ങി അയാൾ ഒരു വലിയ പാറയ്ക്ക് പിന്നിലേക്ക് മാറുവാൻ ശ്രമം നടത്തി. അയാൾ കാലുകൾ വലിച്ചു നീക്കും മുമ്പേ ആ ജന്തു ഒന്നുകൂടി തിരിഞ്ഞു നിന്നു. ചോര പുരണ്ട തേറ്റകൾ മണ്ണിൽ കുത്തിയുതിർത്തി അവിടെ ആകെ പൂഴി കൊണ്ടൊരു മറ തീർത്തു. ശ്വാസമെടുക്കാൻ പോലും ഭയന്ന അയാൾ കാലുകൾ മുഴുവനായും ആ കല്ലിന് പിറകിലേക്ക് വലിച്ചു വെച്ചു. പൊടുന്നനെ കാതു തുളയ്ക്കുന്ന ഒരു മുക്ര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ കൂറ്റൻ ഒറ്റയാൻ അയാൾക്ക് മുന്നിലേക്ക് കുതിച്ചു ചാടി. പൂഴിമണ്ണ് പറ്റിയ അതിൻ്റെ തേറ്റപ്പല്ലുകൾ അടുത്ത നിമിഷം തന്നെ വിശ്വനാഥൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. അതിൻ്റെ മുക്കുവരെയും രക്തം ധാരയായി ഒലിച്ചു കയറി. അവസാന ശ്വാസമെടുക്കാൻ എന്നോണം അയാളുടെ വായ പൂർണ്ണമായും തുറന്നു. കറപിടിച്ച നാക്കിൽ നിന്നും പുറത്തേക്ക് തള്ളി വന്നു രക്തം. സർവം ഒരു നിമിഷം കൊണ്ട് രക്തവർണ്ണമായി. ഒന്നുകൂടി മുക്രയിട്ടുകൊണ്ട് ആ പന്നി കുതിച്ചു പാഞ്ഞു. അതിൻ്റെ ഒറ്റ കുളമ്പടികൾ മണ്ണിൽ ചോരപ്പാട് തീർത്തുകൊണ്ടിരുന്നു. ചന്ദ്രക്കല പോലും ഭയന്ന് വിറച്ച് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു. പെട്ടെന്ന് ഭൂവാകെ കൂടുതൽ ഇരുട്ട് പെയ്തു. അന്നേരം ദിവാകരൻ ആൽത്തറയ്ക്ക് സമീപം നിൽക്കുകയായിരുന്നു. ദിവാകരൻ ഒരു നിശ്വാസത്തോടെ തറയിലേക്കിരുന്നു. താളിയോലകൾ ഭദ്രമായി ഒളിപ്പിച്ചു കഴിഞ്ഞു. ഇളയച്ചൻ പറഞ്ഞതുപോലെ ആ പുസ്തകം എഴുതി തീർത്തു. തൻ്റെ ലക്ഷ്യം സാധൂകരണത്തിൻ്റെ വലിയൊരു കടമ്പ തീർന്നിരിക്കുന്നു. ഇനി എന്താണ് അടുത്തത്? അയാൾ നിവർന്നിരുന്ന് ആകാശത്തേക്ക് കണ്ണോടിച്ചു. സമയം ഒരുപാടായി. നേരം പുലരാൻ ഇനി അധികമില്ല. ആദിത്യൻ വരുന്നതുവരെ ഇവിടെ കാത്തു നിൽക്കാനാണ് അവൻ പറഞ്ഞത്. എങ്കിലും അത് ശരിയല്ല. അവൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അങ്ങോട്ട് പോയി നോക്കുക തന്നെ. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദിവാകരൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. അയാൾ അതിവേഗം അവിടെ നിന്നും നടന്നു നീങ്ങി. നീളമേറിയ ആ ഒറ്റയടിപ്പാത ചെന്ന് നിൽക്കുന്നത് ആ കരിമ്പന കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഇവിടെയാണ് അവൻ്റെ താവളം. ദിവാകരൻ ചുറ്റും നോക്കി. പെട്ടെന്ന് തൻ്റെ കാൽപാദം എന്തിലോ തട്ടി നനഞ്ഞതുപോലെ തോന്നി. അവിടെ എന്താണുള്ളത് കാല് നനയാൻ? കൈകൊണ്ട് തൊട്ട് നോക്കി മുഖത്തോട് അടുപ്പിച്ചു നോക്കിയതും ഉള്ളിൽ ഒരു വിറയൽ അറിയാതെ കടന്നുപോയി. കൈനിറയെ കട്ടച്ചോര. അയാൾ താഴെ തറയിലേക്ക് ചൂട്ടിൻ്റെ വെളിച്ചം കാണിച്ചു നോക്കിയപ്പോൾ മണ്ണിൽ പതിഞ്ഞുപോയിരിക്കുന്ന കുളമ്പടികൾ കണ്ടു. അതിലെല്ലാം ചോര വീണ് ചുവന്നു കിടക്കുന്നു.
ദിവാകരൻ ആ കുളമ്പടികളെ പിന്തുടർന്നുകൊണ്ട് നടന്നു. കരിമ്പനക്കാടിൻ്റെ അഗാധമായ ഉൾസന്നിധിയിലേക്ക് അതൊരു നീണ്ടുപോയി. കയ്യിൽ ഉയർത്തിപ്പിടിച്ച ചൂട്ടിൻ്റെ വെളിച്ചവും അയാളെ സഹായിക്കാൻ മടി കാണിച്ചു തുടങ്ങി. അവിടെ ഇരുട്ട് കൂടുതൽ ഗാഢമാണെന്ന് അയാൾക്ക് തോന്നി. ആദിത്യൻ പറഞ്ഞ വഴി ഇതല്ലേ? ദിവാകരൻ്റെ മനസ്സിൽ വീണ്ടും ഭയം ചൂഴ്ന്നിറങ്ങി. ആപത്തിലേക്ക് കടന്നു കയറുകയാണോ താൻ? ചൂട്ടിൻ്റെ വെളിച്ചം കടന്നു ചെല്ലാത്ത ഇരുട്ടിൻ്റെ മറയത്ത് തന്നെ നോക്കി വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ ഇളിക്കുന്നുണ്ടോ? അയാൾ ഭയം കൊണ്ട് ആ ചൂട്ട് തലങ്ങും വിലങ്ങും വീശിക്കൊണ്ട് നടന്നു. ചുറ്റും ഭീകരന്മാരായ പെരുവയറൻ കരിമ്പനകൾ കാറ്റിൽ തലകുലുക്കി നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾ ആ ചോരക്കുളമ്പടികളെ തിരയുകയായിരുന്നു. പൊടുന്നനെ ഒരു ശീൽക്കാര ശബ്ദത്തോടെ എന്തോ ഒന്ന് ഒരു പനയുടെ മുകളിൽ നിന്നും ദിവാകരന് തൊട്ടു മുമ്പിലായി താഴേക്ക് വീണു. പക്ഷേ നിലം തൊടും മുമ്പേ അത് വായുവിൽ കുലുങ്ങിയാടി. ഒരു മനുഷ്യ ശരീരം. ദിവാകരൻ ഭയന്ന് വിറച്ചുകൊണ്ട് പുറകിലേക്ക് ചാടി. അതിൻ്റെ കാലുകളിൽ പനം പൊളിർ കൊണ്ടുണ്ടാക്കിയ കയർ വരിഞ്ഞ് പനയോട് കെട്ടിവെച്ചിരിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഇരുട്ടിൽ വെള്ളാരങ്കല്ല് പോലെ തിളങ്ങുന്നത് ദിവാകരൻ കണ്ടു. ദിവാകരൻ ശ്വാസം പോലും എടുക്കാൻ ഭയന്നുകൊണ്ട് ഒരു കരിമ്പനയ്ക്ക് പിന്നിൽ ഒളിച്ചു. അയാൾ കയ്യിലിരുന്ന ചൂട്ട് മണ്ണിൽ കുത്തിക്കെടുത്തി. ദിവാകരൻ ഭയന്ന് വിറച്ചുകൊണ്ട് ആ പനയ്ക്ക് കീഴിൽ കാലുകളിൽ മുഖം പൊഴുത്തിക്കൊണ്ട് കുനിഞ്ഞിരുന്നു. ദൂരെ എവിടെയോ കരിമ്പനത്തടിയിൽ മുടിയൻ കോല് ഉയർന്നു വീഴുന്ന ശബ്ദം അയാളുടെ കാതിൽ വന്ന് പതിച്ചു. ഓരോ തവണ ആ ശബ്ദം കേൾക്കുമ്പോഴും അയാൾ ഞെട്ടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ അയാൾക്ക് സമീപം തൂങ്ങി നിന്നിരുന്ന ആ ശരീരം വലിയ ശബ്ദത്തോടെ തറയിലേക്ക് പതിച്ചു. ദിവാകരൻ ഞെട്ടി വിറച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് എത്തി നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. നോവലൊടിയൻ തുടരും.